ആശങ്കകൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ട് കാത്തിരിപ്പിനൊടുവിൽ അവർ തിരിച്ചെത്തുന്നു. കഴിഞ്ഞ 9 മാസമായി ലോകം മുഴുവൻ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും ISSൽ നിന്നുള്ള തിരിച്ചുവരവ് സാധ്യമാവുകയാണ്. ഇന്ത്യൻ സമയം മാർച്ച് 19 ബുധനാഴ്ച പുലർച്ചെ ഇവരെ വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം ഫ്ലോറിഡയുടെ തീരത്ത് ലാൻഡ് ചെയ്യും. ബോയിങ് എന്ന പ്രൈവറ്റ് എയ്റോസ്പേസ് കമ്പനിയുടെ സ്റ്റാർലൈനർ പേടകത്തിലാണ് 2024 ജൂൺ 5 നാസ ആസ്ട്രോണറ്റ്സായ സുനിത വില്യംസും ബുച്ച് വിൽമോറും 8 ദിവസത്തെ ദൗത്യത്തിനായി ബഹിരാകാശ നിലയത്തിലെത്തിയത്. ജൂൺ 13 തിരിച്ചു വരാനിരുന്ന ഇവരുടെ യാത്ര പേടകത്തിന്റെ സാങ്കേതിക തകരാറുകൾ കാരണം നീട്ടിവെക്കുകയായിരുന്നു. ഒടുവിലിത ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ആണ് ഇവരെ തിരികെ ഭൂമിയിലെത്തിക്കുന്നത്. സുനിത വില്യംസിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നിരവധി ആശങ്കകൾ ഉയർന്നു വന്നെങ്കിലും അതിനെല്ലാം മറുപടി നൽകി സുനിത വില്യംസ് തന്നെ രംഗത്തെത്തിയിരുന്നു. ബഹിരാകാശ നിലയത്തിൽ തങ്ങൾ സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും ആയിരുന്നുവെന്നും പൂർത്തീകരിക്കാനായി വലിയൊരു ദൗത്യം മുന്നിലുണ്ടായിരുന്നെന്നും അവർ പറഞ്ഞു. എല്ലാ ദിവസവും ചെയ്തു തീർക്കാനായി കൃത്യമായ ജോലികളും പരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു. തിരികെ എത്തുമ്പോൾ ബഹിരാകാശ ജീവിതം മിസ് ചെയ്യുമെന്നാണ് സുനിത വില്യംസ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. സാധാരണ നിലയത്തിൽ നിന്നും സഞ്ചാരികൾ ഭൂമിയിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക മാനസിക മാറ്റങ്ങൾ ഇവരും അനുഭവിക്കും. മൈക്രോഗ്രാവിറ്റിയിൽ നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോഴുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ സ്വാഭാവികമാണ്. നിരവധി റെക്കോർഡുകൾ ഈ കാലയളവിൽ തന്റെ പേരിലാക്കിയതിനു ശേഷമാണ് സുനിത വില്യംസിന്റെ മടക്കം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന ലോക റെക്കോർഡ് ഇനി സുനിത വില്യംസിന് സ്വന്തം. പ്രതിസന്ധികളെ അവസരമാക്കി നിരന്തര പ്രചോദനത്തിന്റെ ഊർജവുമായിട്ടാണ് സുനിത വില്യംസ് ഭൂമിയിലേക്ക് മടങ്ങുന്നത്.